ഏതായാലും LDF ഭരിച്ച കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് 1000-ഓളം ബാറുകളാണ് അനുവദിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു. കേരളത്തെ ഇത് ദോഷകരമായി ബാധിക്കുമെന്നാണ് UDFന്റെ നിലപാടെന്നും VD സതീശൻ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 1000-ത്തിലധികം ബാറുകളാണ് കേരളത്തിൽ അനുവദിച്ചിരിക്കുന്നത്. മദ്യത്തിൻ്റെ ഇത്രമാത്രമുള്ള വ്യാപനം അത് കേരളത്തെ ദോഷകരമായി ബാധിക്കും എന്നത് ഞങ്ങളുടെ കൂടി നിലപാടാണ്. ഇവരെന്താ പറഞ്ഞത്? മദ്യം കുറച്ച് കൊണ്ടുവരും, മദ്യവർജനത്തിലേക്ക് എത്തിക്കുമെന്നും പറഞ്ഞിട്ട് ഇവർ വരുമ്പോൾ വന്നതിൽ നിന്ന് 1000 ബാറാണ് കൂട്ടിയത്. ഇവർ പറയുന്നതിൽ ഒരു ആത്മാർത്ഥതയില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഈ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിൽ എത്രമാത്രം കഴമ്പുണ്ട്, ആ കണക്കുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടത് ഉണ്ട്. അതായത് 10 വർഷത്തിനിടെ എത്രത്തോളം ബാറുകൾക്ക് ഇതുപോലെ ലൈസൻസ് കൊടുത്തിട്ടുണ്ട്, ഇത്തരത്തിൽ മദ്യവിൽപ്പനശാലകൾ എത്രത്തോളം തുറന്നിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണക്കായി വരുന്നത്. നമുക്ക് നോക്കേണ്ടത് 2016 മാർച്ചും നിലവിലെ അവസ്ഥയും തമ്മിലുള്ള ഒരു കമ്പാരിസനാണ്. 2016 മാർച്ച് 31 ബാറുകളുടെ എണ്ണം 29 ആയിരുന്നെങ്കിൽ ഇപ്പോൾ ബാറുകളുടെ എണ്ണം 884 മാറിയിരിക്കുന്നു എന്നതാണ്. 2016 ബിവറേജസ് 309 എണ്ണമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 336 എണ്ണമാണ്. കള്ള് ഷാപ്പുകൾ 5177 ആണെങ്കിൽ അത് കുറഞ്ഞ് 5171 നോക്കൂ. ബിവറേജസിന്റെയും കള്ള് ഷാപ്പുകളുടെയും എണ്ണത്തിൽ വലിയൊരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ബാറുകളുടെ എണ്ണത്തിൽ അത് 29 എന്നതിൽ നിന്നും ഈ സമയം കൊണ്ട് ഏതാണ്ട് 884 മാറിയിരിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ 1000-ഓളം ബാറുകൾക്ക് അനുമതി നൽകി എന്നതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അത് അത്രത്തോളം ശരിയല്ല എങ്കിലും 29-ൽ നിന്ന് 884 എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് വസ്തുത. ഏതായാലും ഈ ബാറുകളുടെ സമയം കൂട്ടിയതിൽ ന്യായീകരിച്ചുകൊണ്ട് മന്ത്രി MP രാജേഷ് എത്തുന്നു. പ്രതിപക്ഷത്തിന്റെ അറിവോടെ കൂടിയാണ് തീരുമാനം എന്ന് പറയുന്നത്. ഏതായാലും പ്രതിപക്ഷ നേതാക്കളുടെ പ്രതികരണം ഇക്കാര്യത്തിൽ ഇനിയും വരേണ്ടതുണ്ട്. വരും ദിവസങ്ങളിലും ഇത് ചർച്ചയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.